ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലത്തെ ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ തരുന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ 5:30 ആയപ്പോഴത്തേക്ക് ഞായറാഴ്ച വേണ്ട അമ്പലത്തിൽ നിന്നൊക്കെ പാട്ടൊക്കെ രാവിലെ കേട്ട് അങ്ങനെ ഞങ്ങളും ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാനാണ്. ഇപ്പോൾ താമസിക്കുന്നതല്ല, നമ്മൾ മുന്നേ താമസിച്ച നമ്മളെ സ്വന്തം വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്, നമ്മളെ കുടുംബ പോലെ. അപ്പോൾ ഈ പ്രാവശ്യം ഉത്സവത്തിനൊന്നിനും നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചായി അമ്പലത്തിൽ പോയിട്ട്. അപ്പം അമ്മ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട്, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതി അങ്ങനെ രാവിലെ ഒരുങ്ങി ഇറങ്ങി. പിന്നെ നമ്മളെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അക്കൗണ്ടിൽ പോയി പൈസ എടുത്തിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകാമെന്ന് കരുതി. പിന്നെ അവിടെയുള്ള ATM ഒക്കെ വഴിക്കൊന്നും ATM അങ്ങനെ ഇല്ല ആ ഭാഗത്ത്. അപ്പോൾ ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി. അങ്ങനെ മോളെയും അമ്മയും ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഞാനും ചേച്ചിയും പോയി പൈസ എടുത്ത് ആദ്യം. എന്നിട്ട് അവരെടുത്ത് വന്നിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് പോവുകയും ചെയ്തു. കാരണം ബസ് സർവീസ് ഞായറാഴ്ച അവിടെ ചെന്നാൽ പിന്നീട് നമ്മൾ അമ്പലത്തിലോട്ട് നടന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയിൽ പോകുന്നത് തന്നെ, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്നാലും നമ്മൾ ഓട്ടോയിൽ തന്നെ പോകുന്നത്. ഓട്ടോയിൽ പോകേണ്ട ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മൂന്നാംകുറ്റി കിളിയല്ലൂർ പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ ഇത് നമ്മുടെ കണ്ടച്ചിറ പാലം. ഇതിലേ കൂടാണ് ഞങ്ങളുടെ സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റും. അത് തിരിച്ചു വരുമ്പം കാണിച്ചത് ഈ പാലം ഇറങ്ങും വലത്തോട്ട് വഴിയുണ്ട്, അതിൽ കൂടെ പോയാൽ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ അമ്പലം എത്തി. അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമുക്ക് സാധനങ്ങൾ വേണമായിരുന്നു അമ്പലത്തിൽ കൊടുക്കാനുള്ള. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നില്ല. എല്ലാ പ്രാവശ്യമല്ല, എപ്പോൾ വന്നാലും ഇങ്ങനെ എണ്ണയും തിരിയും മാലയും കൊടുക്കുന്നതാണ്. അപ്പം കടയിൽ ആളില്ലായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞ് കയറി എടുത്തോളാൻ പറഞ്ഞു. അത് വേറെ 2-3 കൂട്ടരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് ഫോണിൽ ഫോട്ടോ എടുത്ത് തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പം കടയിൽ ആൾ വരും, അപ്പം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു വിളക്ക് വേണമായിരുന്നു. വിളക്കപ്പം മറന്നു. എല്ലാ പ്രാവശ്യവും വിളക്കും മേടിച്ച് വെക്കുന്നത്. പിന്നെ പോയി വിളക്കൊക്കെ മേടിച്ച്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ പൂജ സമയം നമ്മൾ ചെന്നത്. അങ്ങനെ കണ്ട് നല്ലോണം തൊഴുത് അർച്ചനയൊക്കെ മേടിച്ച് അമ്പലത്തിനകത്ത് കുറേ നേരം ഇരുന്നിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. അന്നേരം പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളുടെ പൈസ കൊടുത്തില്ലായിരുന്നല്ലോ. അങ്ങനെ അത് കൊടുക്കാനായിട്ട് കടയിലേക്ക് വന്നു. ഇവിടെ അമ്പലത്തിൽ കൊടുക്കാനുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. പലതരത്തിലുള്ള മാലയും, മുല്ലപ്പൂവിൻ്റെ മാല, റോസയുടെ മാല, തെറ്റിപ്പൂവാണ് ഇവിടെ പ്രധാനം. തെറ്റിപ്പൂവിൻ്റെ മാല. പിന്നെ നമ്മൾ അർച്ചന നടത്തി. പിന്നെ പായസത്തിനൊക്കെ ഇത് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ എല്ലാവർക്കും മധുരം കൊടുത്ത്, കടയിലുള്ള അമ്മയ്ക്കും ചേട്ടനൊക്കെ മധുരം കൊടുത്ത്. പിന്നെ ആ ചേട്ടൻ അപ്പം കുഞ്ഞിന് കുറച്ച് പൂ വെട്ടിയിട്ട് തലയിൽ വെച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ മോൾക്ക് തലയിൽ വെച്ച് കൊടുത്ത്. ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് എടുക്കുമ്പോഴുള്ള ഒരു വ്യൂ. പണി നടന്നുകൊണ്ടിരിക്കുക. ഫ്രണ്ടിലത്തെ പണി ഇത്രയായി, കംപ്ലീറ്റായി. പൂർണ്ണമായിട്ടും പണി തീർന്നിട്ടില്ല. പിന്നെ 2 സൈഡും കണ്ടം പോലെ, അമ്പലത്തിന് 2 സൈഡും കണ്ടം പോലെ, ഫ്രണ്ട് വശം നടുക്കൂടെ റോഡ്. ഇവിടെ നിന്നാണ് നമ്മൾ ഉത്സവവും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. ഉത്സവം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് കരിഞ്ഞുണങ്ങി നമുക്ക് നിൽക്കാൻ പാകത്തിനൊക്കെ ആവും. ഇപ്പം ചെളിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ പശുവിനെ കൊണ്ട് കെട്ടുകയും എടുക്കുകയും, ഇവിടെ ആയിരിക്കും നമ്മുടെ ഉത്സവത്തിൻ്റെ ഫ്ലോട്ടുകൾ വന്ന് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നതും. ഈ ചെണ്ടമേളവും കാര്യങ്ങളും എല്ലാം അമ്പലത്തിൽ വന്ന് നിന്ന് ഈ 2 സ്ഥലങ്ങളിലുമായിട്ട് വേർതിരിച്ചിട്ടായിരിക്കും ഉത്സവം നടക്കുന്നത്. നമുക്ക് നിൽക്കാനും എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലവും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല 7 ചേരിക്കാർ ചേർന്ന ഉത്സവം നടത്തുന്നതാണ് ഒരു ക്ഷേത്രം അത്. പിന്നീട് അവിടെ അടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇപ്പോൾ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിൽ വരുമ്പോൾ ലേറ്റ് ആവുമെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നെയ് റോസ്റ്റും ഒരു ചായയും എല്ലാം കുടിച്ചു. പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന്. ഇവിടെ ഒന്നും ഓട്ടോ സ്റ്റാൻഡ് ഇല്ല. അപ്പം നമ്മൾ നടന്ന് തന്നെ മേളിലോട്ട് കയറി. കാലി ഓട്ടോ വരുവാണെങ്കിൽ കയറിപ്പോകണം. ഓട്ടോ സ്റ്റാൻഡ് കുറച്ചുകൂടെ മുകളിൽ, കുറച്ച് നമ്മൾ നടക്കണം. ഇതാണ് കുളം. ഇനിയിപ്പോൾ ഉത്സവം ആവുന്ന ടൈമിൽ കുളമൊക്കെ വൃത്തിയാക്കത്തുള്ളൂ. എല്ലാ പ്രാവശ്യവും അങ്ങനെ പിന്നെ അഴുക്കാവും. പക്ഷേ അതിനകത്ത് മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മേലോട്ട് നടന്ന് വരിക. പക്ഷേ വെയിലുണ്ടായിരുന്നു, രാവിലെ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പിന്നീട് നല്ല അന്തരീക്ഷമായിരുന്നു. പക്ഷേ നടന്നപ്പോഴത്തേക്ക് കുഴഞ്ഞ്, വെയിൽ ചൂട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയ പാലം ഇത് ഇറങ്ങി വരുമ്പം നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ഇത്. നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ അടുത്തുള്ളൊരു അയ്യമാണ്. വീടൊന്നും എടുത്തില്ല, കാരണം അവിടെ ഒറ്റിക്കാരുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ പോയിട്ട് കുറച്ച് ഒരു മാസത്തിൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് അമ്മ വന്നപ്പോൾ ഒന്ന് പോയി നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ കയറി. ഇതാണ് നമ്മൾ ഇവിടെ താമസിച്ചപ്പോൾ നമ്മളെ വാപ്പാടെ ലുല്ലു മാള്. എപ്പോൾ ചെന്നാലും വാപ്പായെ കാണാതെ വരത്തില്ല. അങ്ങനെ വാപ്പാടെ കടയിലും കയറി. മോക്കൊരു മുട്ടായി പതിവാണ്. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി. അത് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. മക്കൾക്ക് രണ്ടുപേർക്കും സുഖമില്ലാന്ന് പറഞ്ഞു, പനി. അപ്പോൾ അവരെ ഒന്ന് കാണാമെന്ന് കരുതി കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് കയറി കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന്. ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് കൊടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചെടി കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ ഞാൻ പെട്ടെന്ന് വന്ന് കുഴിച്ച് വെച്ച് ആദ്യം പെരയെല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കി. തുടയ്ക്കണ്ടായിരുന്നു, അപ്പോൾ തൂത്ത് വൃത്തിയാക്കിയിട്ട് പെര വൃത്തിയായപ്പോൾ തന്നെ സമാധാനം. ഒന്നും ചെയ്യാതെ പോയത്, രാവിലെ അമ്പലത്തിൽ പോകുന്നതല്ലേ. പിന്നെ അടുക്കള മാത്രം വൃത്തിയാക്കിയില്ല, കാരണം ഇനി നമ്മൾ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു, ഒന്നേന്നെല്ലാം വെക്കണം. അപ്പോൾ അടുക്കള വീണ്ടും അഴുക്കാവും. പിന്നെ സിന്ധുമ്മയുടെ വീട്ടിൽ നമുക്ക് ചക്ക തന്നിട്ടുണ്ടായിരുന്നു, അത് ആ കവറിൽ ഇരിക്കുന്നത്. വീട്ടിൽ പോയപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തല്ല, നമ്മളെ ബന്ധുവും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ചക്ക കിട്ടിയില്ലെന്നപ്പോൾ സിന്ധുമ്മ അരിഞ്ഞ ചക്ക ഞങ്ങൾക്ക് കവറിലാക്കി തന്നു. കറി വെക്കാൻ അടപ്പയിലോട്ട് വെച്ച ചക്കയാണ് ഞങ്ങൾക്ക് ആക്കി തന്നു. പിന്നെ നമ്മൾ മീൻ തലേന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മളത് വെളിയിലെടുത്ത് വെച്ച്. പിന്നെ മറ്റേത് നല്ല നാടൻ കറിവേപ്പിലയായിരുന്നു. ഇതാ ചക്ക സിന്ധുമ്മ പൊളിച്ചെല്ലാം അടപ്പയിലോട്ടാക്കി, എന്നിട്ടാണ് അതിൽ നിന്ന് ആ ചരുവത്തിൽ നിന്ന് എടുത്ത് ഞങ്ങൾക്ക് കവറിലാക്കി തന്നത്. പിന്നെ അമ്മ മീൻ നന്നാക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞമ്മയുടെ അങ്ങ് പോയപ്പം അവിടുന്ന് നെസീത്തടയിൽ നിന്ന് നല്ല നാടൻ കറിവേപ്പിലയായിരുന്നു. അപ്പോൾ അതമ്മ കുറച്ച് ഒടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഞാൻ അത് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച്. അപ്പോഴത്തേക്ക് അമ്മയുടെ ആയിരുന്നു ഇന്നലത്തെ കുക്കിംഗ് എല്ലാം. അങ്ങനെ അമ്മ താണ്ട് മീൻ കറിയും മീൻ വറുക്കുകയൊക്കെ ചെയ്ത്. പരിഞ്ഞിലും തലയും കൂടി ഇട്ട് അമ്മ കുരുമുളക് പൊടി ഇട്ട് വറുത്ത്, മറ്റേത് മുളക് കറി വെച്ച്. പിന്നെ നല്ല കുരുമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അമ്മ ചക്ക കറി വെക്കാനായിട്ട് അരപ്പെല്ലാം ഇട്ട് തട്ടിപ്പൊത്തി വെച്ചേക്കും. ഇനി അത് അവിടെ ഇരുന്ന് വെന്തോളും. അങ്ങനെ അതെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ക്ലീനിങ് എല്ലാം ഞാനായിരുന്നു. അടുക്കളയുള്ളായിരുന്നു പിന്നീട് വൃത്തിയാക്കി. നമ്മൾ വന്നപ്പോഴേ ഭാഗമെല്ലാം വൃത്തിയാക്കിയല്ലോ. അങ്ങനെ അടുക്കളയെല്ലാം വൃത്തിയാക്കി നീറ്റാക്കി ഇട്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് റെഡി ആയിട്ടില്ല, കാരണം ചോറ് നമ്മൾ വന്നിട്ട് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചത്. നമ്മൾ ചക്കക്കൂട്ടാൻ റെഡിയായി, കുരുമുളകൊക്കെ ഇട്ട് വെച്ച്. നമ്മളെ മുളകിട്ട് വെച്ച ചാളക്കറി റെഡിയായി. പിന്നെ നമ്മുടെ പരിഞ്ഞിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് അമ്മച്ചി വേവിച്ച് വെച്ച്, അതും റെഡിയായി. പിന്നെ വിശന്നിട്ട് കണ്ണ് കാണാൻ ചോറ് വേവുന്നില്ല. പിന്നെ ഒന്നും വെയിറ്റ് ചെയ്തില്ല. റേഷനരി ഇരിപ്പുണ്ടായിരുന്നു, വെള്ള റേഷനരി എടുത്തിട്ട് ഒരു 10-15-20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ചോറ് റെഡി. അത് ചൂടോടെ ആ ചരുവത്തോടെ തന്നെ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് വേണ്ടി മാത്രം വെച്ചാൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടല്ലോ, അത് വേവുന്നില്ല, വേവിച്ച് കൂടുതലുള്ള അരിയും കൂടെ. അപ്പോൾ അമ്മ എല്ലാവർക്കും ചോറിട്ട് പകുത്ത് തരുന്നു. അപ്പം ഇന്നലെ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. നല്ല ചക്കക്കൂട്ടാനും. ഞങ്ങൾക്ക് ഈ വർഷം ചക്ക കിട്ടിയതേ ഇല്ല. അപ്പോൾ സിന്ധുമ്മ വഴക്കും പറഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ച് പറയാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് പോയതുകൊണ്ട് നമുക്ക് ചക്ക കിട്ടി. അങ്ങനെ മുളക് കറി, മീൻ വറുത്തത്. അപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിച്ചു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.